യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 2025 എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഈ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ നാരകീയ ശക്തികൾ അതിൻ്റെ ഒരു 80% ഭൂമിയിലേക്ക് കയറി പ്രവേശിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെ കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും ഇരകളായിത്തീരുന്നത് കുട്ടികളും യുവജനങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇനി വരും നാളുകളിൽ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോണും മീഡിയയും. കാരണം ഇനി വരാൻ പോകുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ മീഡിയയിലൂടെയൊക്കെ വരാൻ പോകുന്നത് തിന്മയുടെ വലിയ സ്വാധീനങ്ങളാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് അതിനോട് ഭയങ്കര ഈ തിന്മകളുടെ സ്വാധീനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ശക്തികളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം എനിക്കിത് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷമായിട്ട് എനിക്കിത് അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ മൊബൈലാണേലും മറ്റു മീഡിയകളിലാണെങ്കിലും ഈ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വേണ്ട എന്ന് വെക്കാനും ഓഫ് ചെയ്യാനൊക്കെ തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ അതിന് മാത്രമുള്ള പെട്ടെന്ന് ആർക്കും മനസ്സിലാകുകയില്ലാത്ത രീതിയിലുള്ള തിന്മയുടെ വലിയ സ്വാധീനം അതിൻ്റെ പിന്നിലുണ്ട്. അതിപ്പോൾ വാർത്തകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കൂടുതലായിട്ടും ഈ തിന്മയുടെ സ്വാധീനങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് വാർത്തകളുടെ രൂപത്തിലാണ്. അപ്പം വാർത്തകളെല്ലാം മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഈശോയോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ വളരെയധികം അല്ലെങ്കിൽ മീഡിയ വളരെയധികം ശ്രദ്ധിച്ച് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ മനുഷ്യരോട് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി എന്തുകൊണ്ട് ചെയ്യരുത് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീഡിയകൾ അതിലൂടെ എങ്ങനെയാണ് തിന്മ നമ്മളെ ഉള്ളിലേക്ക് കയറി വരുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. കൂടുതലായിട്ടും ഈ ചിത്രങ്ങളിലൂടെയൊക്കെ ഈ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അതുപോലെ തന്നെ ഇപ്പോഴിത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, അന്തരീക്ഷ ശക്തികളുടെ അധീശൻ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ്റെ ഒരു ആവാസ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ, പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ. കാരണം എനിക്ക് ചില സമയത്ത് ഈ ഫോൺ തൊടുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. അത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ഈ ഒരു മീഡിയ ഉപയോഗിക്കാറുള്ളൂ. അതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അറിവും പരിചയവും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെയധികം ഒരു വിനോദമായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഇത് തൊടുമ്പോൾ പോലും, ഇത് തൊട്ടാൽ പോലും ഇതിലൂടെ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ഉള്ളിൽ ആവസിക്കുന്ന ഒരു തിന്മയുടെ അതിപ്രസരം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലൊക്കെ ആണെങ്കിലും ഈ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ ഒരു വസ്തുവും ഒന്നും എടുക്കരുത്, മുഴുവൻ എല്ലാ വസ്തുക്കളും പൂർണ്ണമായിട്ടും നശിപ്പിക്കണമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. സ്പർശിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പർശനത്തിലൂടെ ശക്തി പകരുന്നതിൻ്റെ ഉദാഹരണമാണ് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ രോഗി സുഖപ്പെടുന്നു. അതുപോലെ തന്നെ സ്ലീഹന്മാർ നടന്നു പോയപ്പോൾ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിച്ച തുവാല കൊണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് കൊണ്ടൊക്കെ രോഗികളുടെ ദേഹത്ത് വെച്ചപ്പോൾ അവർക്ക് സുഖം പ്രാപിക്കുന്നത്.
അതുപോലെ തന്നെ നിഴലടിച്ച് ശ്ലീഹന്മാർ നടന്നു പോകുമ്പോൾ നിഴലടിച്ച് രോഗികൾ സുഖപ്പെടുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണം ബൈബിളിലുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള പ്രതിഭാസമാണ് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത്. അത് തിന്മയുടെ പ്രതിഭാസമാണ് മാത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഭാസമല്ല, തിന്മയുടെ പ്രതിഭാസങ്ങളാണ്. അന്ന് ഈശോയിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഭാസം ഇന്ന് പിശാച് കടം കൊണ്ടിട്ട് പൈശാചിക ശക്തികൾ ഇതേ രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെയാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ യുവജനങ്ങളെയാണെങ്കിലും പറഞ്ഞ് ബോധവൽക്കരിക്കുക. അപ്പോൾ മനസ്സുള്ളവർ അതിൽ നിന്ന് പിന്തിരിയും, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ഇതൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇനി വരും കാലങ്ങളിൽ ഈ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട മീഡിയകൾ അത് വളരെ നിശബ്ദമായി പോകും. കൂടുതലും ഈ യഥാർത്ഥ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളെയൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നിശബ്ദരാക്കി കളയുന്ന രീതിയിലുള്ള തിന്മയുടെ വലിയ സ്വാധീനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന അഗാധമായ ആത്മീയ ചൈതന്യങ്ങളുള്ള കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം ഈ നിത്യജീവനെക്കുറിച്ച് അല്ലെങ്കിൽ യുഗാന്ത്യത്തെക്കുറിച്ച് ആകാംക്ഷയോടെ ഇരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്.